നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇന്ന് 11 ഡിസംബർ, ഒരു ചൊവ്വാഴ്ച. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ സമയമായിരിക്കുകയാണ്. ലവ് ബൈറ്റ്സിന്റെ കൂടെ റീനു. അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ നിന്റെ കരലാളനത്തിന്റെ മധുരസ്പർശം. അകലെയാണെങ്കിലും കേൾക്കുന്നു ഞാൻ നിന്റെ ദിവ്യാനുരാഗത്തിന്റെ ഹൃദയസ്പന്ദം. നിന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. നീ എൻ്റെ അടുത്തില്ലെങ്കിലും നിന്റെ പ്രണയം എനിക്കറിയാം. നീ എന്നിൽ നിന്നും ഒരുപാട് ദൂരെയാണ്, എങ്കിലും നിന്റെ തീവ്രാനുരാഗം എനിക്ക് വ്യക്തമാണ്. ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി എത്ര ദൂരത്താണെങ്കിലും നമുക്ക് അയാളെ മനസ്സിലാക്കാമല്ലേ? അയാളുടെ ചിന്തകൾ അറിയാം. പ്രണയിക്കുന്ന എല്ലാവർക്കുമായി ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സിന്റെ സമയം. കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. The first magic of love is our ignorance that it can never end. Club FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. പ്രണയത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിതകളിൽ ഒന്ന് ഇത് തന്നെയാ. പ്രണയത്തിലാകുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ഇതൊരിക്കലും അവസാനിക്കത്തില്ല എന്ന് തന്നെയാ. പ്രണയിക്കുന്ന കാലം അത്രയും രണ്ടുപേരും ഒരുപാട് സ്വപ്നങ്ങൾ നെയ്യും. എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം, ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം, അങ്ങനത്തെ 1000 സ്വപ്നങ്ങൾ. രാത്രി കാലങ്ങളിലെ ഫോൺ കോളിലൊക്കെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക് ഇതാണല്ലോ. അല്ലെങ്കിൽ ഒരുമിച്ചായിരിക്കുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യും, അല്ലേ? അയ്യടാ, എനിക്കറിയാട്ടോ, അല്ലാന്നൊന്നും പറയണ്ട. ഞാൻ രാത്രി ഒരുപാട് ഫോൺ ചെയ്യുന്ന ഒരാളാണല്ലോ. രാത്രി എന്ന് പറയാൻ പറ്റത്തില്ല, വെളുപ്പാൻ കാലത്തൊന്നും എനിക്കത് പറയാൻ പറ്റൂ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒന്ന് ലോഗിൻ ചെയ്യോ ഫേസ്ബുക്കിൽ, എന്നിട്ട് ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ പോവോ. അവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം തരണം ആൻഡ് കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഐ ലവ് യു മിത്ര. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞത് സുജയനാണ്. പിന്നെ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഐ ലവ് യു സോ മച്ച് അലീന. നിന്നെ എനിക്കിഷ്ടം തന്നെയാണ്. പക്ഷെ ഞാനത് തുറന്ന് പറയാത്തതിന് ഒരു കാരണമുണ്ട്. ആലോചിക്കാതെ വേണമെങ്കിൽ എനിക്ക് എടുത്തു ചാടിയത് നിൻ്റെ അടുത്ത് പറയാം. നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു ദിവസം ഞാനതെൻ്റെ വീട്ടിൽ പറയും. അന്ന് അവരെതിർക്കും. വേദനിപ്പിച്ചിട്ട് നമുക്കൊന്നാവാൻ കഴിയില്ല. ഷോ കൃഷ്ണ, ഇത്രയ്ക്കങ്ങ് ചിന്തിക്കണോ? വീട്ടിൽ ചെറുതായിട്ടൊന്ന് അവതരിപ്പിച്ച് നോക്കിക്കൂടെ? ഇപ്പം കുറേ പേരൻസൊക്കെ കുറേ അണ്ടർസ്റ്റാൻഡിങ്ങാ. അവർ പറയുന്നുണ്ട് കുട്ടി നന്നായാൽ മതി, വേറൊന്നും നമുക്കറിയണ്ടെന്നൊക്കെ. ഒരു തട്ടത്തിന്മറയത്തായിക്കൂടെ? പിന്നെ ദേവ് പറഞ്ഞിരിക്കുന്നത്, അനന്തിനിയെ എനിക്കൊത്തിരി ഇഷ്ടമാണ്. അവൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ? തരാലോ. പിന്നെ ഹരി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, റീനു ഞാനൊരു പ്രണയകഥ കാത്തിരിക്കുകയാണ്, സമയമായില്ലേന്ന്. ചൊവ്വാഴ്ചയാണ്, പ്രണയകഥയുടെ സമയമായിക്കൊണ്ടിരിക്കുക. പക്ഷേ ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിലെ കുറച്ച് പാട്ടുകൾക്ക് ശേഷം സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. തീരെ പരിചയമില്ലാത്ത കുറെ വാക്കുകളായി മാറിയിരിക്കുന്നു നിന്റെ പ്രണയം. തീർത്തും ക്രൂരമായ കുറെ വിഷാദങ്ങളായി മാറിയിരിക്കുന്നു നിന്റെ പ്രാർത്ഥനകൾ. മൂർച്ചയേറിയ നിന്റെ വാക്കുകൾ അറക്കുന്നത് സ്വച്ഛന്തമൊഴുകുന്ന ഒരു നീല ഞരമ്പിനെ. ക്ലബ് എഫ് എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു. ഇതുവരെയും നമ്മൾ ഒരുപാടെന്ന് പറഞ്ഞാൽ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ഒരു ദിവസം പെട്ടെന്ന് ആ സ്നേഹം ഇല്ലാതായാലോ? അയാള് നമ്മളോട് സംസാരിക്കാതായാലോ? പ്രവൃത്തികളിൽ നിന്ന് അതുവരെ ഉണ്ടായിരുന്ന ആ കരുതൽ അത് നഷ്ടമായാലോ? ആദ്യം നമ്മൾ ചിന്തിക്കുക, അതുവരെയും കാണിച്ചതൊക്കെ കള്ളത്തരമല്ലായിരുന്നോ എന്ന, അല്ലേ? പക്ഷെ ചിലപ്പോഴെങ്കിലുമൊക്കെ ഇതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവത്തില്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു നിസ്സഹായത കൊണ്ടായിരിക്കാം അവരെ നമ്മളെ ഒഴിവാക്കുന്നത്. അത്തരം ഒരു പ്രണയകഥ കേൾക്കാം ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ. കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. The art of love is largely the art of pretense. ഇഷ്ടമാണ് എന്ന് വെറുതെ പറഞ്ഞത് കൊണ്ട് മാത്രം ചിലപ്പോൾ പ്രണയം തിരികെ കിട്ടണമെന്നില്ല. പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയാലേ ചിലപ്പോൾ പ്രണയം തിരിച്ച് കിട്ടത്തുള്ളൂ. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് എഫ് എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു. We were in deep, deep love. എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പെണ്ണായിരുന്നു അവൾ. അവൾ എപ്പോഴും എനിക്ക് കൂട്ടിനുണ്ടായിരുന്നു. ഓരോ ദിവസവും അവൾ എനിക്ക് വേണ്ടി പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു.
ഓരോ ദിവസവും ഞാൻ അവളെ കൂടുതൽ കൂടുതൽ പ്രണയിക്കുകയായിരുന്നു. അവളെപ്പോലൊരു പെണ്ണിനെ കിട്ടാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളതെന്ന് പോലും ഞാൻ ചിന്തിക്കുമായിരുന്നു. പ്രണയത്തിലായി കഴിയുമ്പോൾ പലപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ? ഒരുപാട് നല്ല പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അറിയാതെ സ്വയം ചോദിച്ചു പോകും, എനിക്കിതിന് യോഗ്യതയുണ്ടോ? പക്ഷേ അങ്ങനെയുള്ളവരോടൊന്ന് പറയട്ടെ, നമ്മളിൽ എന്തോ ഒന്ന് ഉള്ളത് കൊണ്ടല്ലേ അവർക്ക് പ്രണയം തോന്നുന്നേ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്തത് അവരുടെ ഹൃദയം കാണുന്നുണ്ടാവില്ലേ? ലവ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഓരോ നിമിഷവും ഹൃദയത്തെ തകർക്കുന്ന, നിർവചിക്കാൻ പറ്റാത്ത ഒന്നാണ് പ്രണയം. ലവ് എഫ്എമ്മിൽ ഇത് പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം, ലവ് ബൈറ്റ്സിന്റെ നേരം. കേടറിയുന്നു. പ്രണയത്തെ നിർവചിക്കാൻ ആർക്കാണ് കഴിയുക? എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ കാണാത്ത അത്ര നല്ല ഒരു പെൺകുട്ടിയെയാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ സംതിങ് ഹാപ്പൻ. എനിക്ക് സുഖമില്ലാതായി. അതറിഞ്ഞതോടെ ഞാൻ അവളെ ശ്രദ്ധിക്കാതെയായി. കഴിവതും അവളിൽ നിന്ന് അകലാൻ ഞാൻ ശ്രമിച്ചു. അവൾക്കൊന്നും മനസ്സിലായിരുന്നില്ല. അവളുടെ കണ്ണുകൾ നിറയുന്നത് കാണാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ? ഇഷ്ടപ്പെടുന്നയാളാൽ ഉപേക്ഷിക്കപ്പെടുന്നത് ഒരു വേദനയാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലുമൊക്കെ ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കാം. അയാൾ നമ്മളെ ഇട്ടിട്ട് പോകുന്നതിന് നമ്മൾ അറിയാൻ പാടില്ലാത്ത കാരണങ്ങളുണ്ടാകാം അല്ലേ? ഈ കാരണങ്ങൾ ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്നവയാവാം. അതുകൊണ്ടാവാം അവരത് നമ്മളെ അറിയിക്കാത്ത. എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു വശം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ചതി മാത്രം കണ്ടിട്ടുള്ളത് കൊണ്ടും ആവാം കേട്ടോ മനസ്സങ്ങനെ ചിന്തിക്കാത്ത. കേട്ടുകൊണ്ടിരിക്കും ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.